ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്പിഡേ. കാർപ്പിഡേയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അവലോകനം ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം കുറേ ഷിഫ്റ്റുകളായിട്ട് നടന്ന കഴിഞ്ഞ മാസം ഒക്കെ നടന്ന LDC എക്സാമിൻ്റെ ഒരു അവലോകനമാണ്. കട്ട് ഓഫുമായി ബന്ധപ്പെട്ട ഒരു അവലോകനമാണ്. ഒരുപാട് വൈകിയ വേളയിലാണ് ഈ വീഡിയോ ഇടുന്നത്, എങ്കിലും കൺസോൾട്ടേറ്റഡ് ആയിട്ട് ഇടാനുള്ള ഒരു സമയമെടുത്തതാണ്. പിന്നെ സമയപരിമിതിയും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇത്ര വൈകി ഒരു കട്ട് ഓഫ് വന്നത്. സോ 14 ജില്ലകളിൽ 7 ഷിഫ്റ്റുകളായിട്ടാണ് നമ്മൾ ഈ എക്സാം PSC കണ്ടക്ട് ചെയ്തത്. വലിയൊരു ലോങ് ജേർണി ആയിരുന്നു. അത് അത്രയും കാലഘട്ടത്തിലൂടെയാണ് ഈ ഒരു എക്സാം പൂർത്തീകരിച്ചത് PSC. സോ അതുകൊണ്ട് തന്നെ കട്ട് ഓഫും വ്യത്യാസപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ഡിഫിക്കൽട്ടി ലെവൽ ഡിഫറെൻ്റ് ആയിരുന്നു. സോ കട്ട് ഓഫിൻ്റെ ഒരു വ്യാപ്തി വ്യത്യാസപ്പെടും ഓരോ ജില്ലകൾ. ഒറ്റ എക്സാമല്ല, ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറല്ല. പക്ഷേ ഓരോ ജില്ലകളിലും ചില ഷിഫ്റ്റുകളായിട്ട് 2-3 ജില്ലകളിൽ ആയിട്ട് ഒരേപോലെ ആയിരുന്നു. എങ്കിലും അവിടുത്തെ ഉദ്യോഗാർത്ഥികളുടെയും നിലവാരത്തിനനുസരിച്ചും പിന്നെ വാക്കൻസി വരുന്നതിനനുസരിച്ചും ബാക്കി ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസൊക്കെ ഉണ്ട്. അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള നിലവാരം എന്നിവയൊക്കെ മുൻനിർത്തിയാണ് കട്ട് ഓഫിൽ മാറ്റം വരിക. സോ അത് കാലാകാലങ്ങളിലായിട്ട് വരുന്നതാണ്. ഇപ്പോൾ വയനാട്, ഇടുക്കി, പത്തനംതിട്ട പോലെയുള്ള ജില്ലകളിലൊക്കെ, ആലപ്പുഴ ജില്ലകളിൽ കട്ട് ഓഫ് താണിരിക്കും. കാരണം അത് അതിൻ്റേതായ ചില ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസാണ്. അതുകൊണ്ടാണ് ആ ഡിഫറൻസ് വരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട് അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ കൂടുതൽ കട്ട് ഓഫ് വരും. ഇപ്പോൾ നോർത്ത് മലബാർ റീജിയണിൽ കൂടുതലായിട്ട് കട്ട് ഓഫ് ഉയർന്ന് കാണാനുള്ള സാധ്യത ഉണ്ട്. കാരണം പഴയ കാലത്തെ അപേക്ഷിച്ച് പണ്ട് സൗത്തായിരുന്നു കൂടുതലായിട്ട് കോമ്പറ്റേറ്റീവ് ആയിരുന്ന ആളുകൾ. എന്നാൽ ഇപ്പോൾ മലബാറുകാർ സൗത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഒരുപടി മുന്നോട്ട് കുതിക്കുന്നതാണ് ഈ അടുത്തുള്ള ഒരു പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതിന് കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നു. മാറ്റങ്ങൾ ജോലി സംബന്ധിച്ച് ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് പൊതുവെ ഒരു പ്രൈവറ്റ് ജോലിയിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് കൂടുതൽ ആളുകൾ ഗവൺമെൻറ് ജോലിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ LDC എന്ന് പറയുന്നത് ഒരു മിനി സിവിൽ സർവീസ് എന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. ഏറ്റവും കുറഞ്ഞ യോഗ്യത കൊണ്ട് നേടാവുന്ന നല്ലൊരു ജോലി എന്നുള്ള നിലക്ക് അതിൻ്റെ കോമ്പറ്റീഷൻ വൺ ഓഫ് ദി ബെസ്റ്റാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിച്ച് എഴുതുന്നൊരു പരീക്ഷയാണ് ഈ LDC എന്ന് പറയുന്നത്. പിന്നെ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഉയർന്നു പോകാനുള്ള സാധ്യത പോലും ഡെപ്യൂട്ടി കളക്ടർ വരെ എത്താവുന്ന ഒരു സാഹചര്യമൊക്കെയുള്ള പോസ്റ്റാണ്. നമ്മുടെ ഏജും നമുക്ക് സാഹചര്യങ്ങളൊക്കെ ഒത്തുവരികയാണെങ്കിൽ അങ്ങനെയൊക്കെ നടക്കും. ഇപ്പോൾ റവന്യൂ പോലെയുള്ള ജില്ലകളിലൊക്കെ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി കിട്ടുകയാണെങ്കിൽ. സോ അതല്ല, നമുക്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതാണ് മെയിൻ കാര്യം. സോ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അവലോകനം നോക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ മലബാർ ജില്ലകളിലുള്ള വ്യാപ്തിയായിരുന്നു. അതിനുള്ള മെയിൻ കാരണം അവിടെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ കൂടുതലായിട്ട് PSC സ്ഥാപനങ്ങളും PSC പഠിക്കാനുള്ള സാഹചര്യങ്ങളും ഒക്കെ കൂടി വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കട്ട് ഓഫിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. സോ കട്ട് ഓഫ് പ്രഡിക്ഷനൊക്കെ ഒരു അൺകണ്ടീഷണലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, പഴയ പോലെയല്ല. പിന്നെ അതുപോലെ തന്നെ നല്ല മാർക്ക് കിട്ടുന്നവരൊന്നും പൊതുവെ മുൻധാരയിൽ വന്ന് കട്ട് ഓഫൊന്നും അവരുടെ മാർക്കൊന്നും വെളിപ്പെടുത്തില്ല. കാരണം അവർ ആ പഠനം കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സോ അവർ ഗ്രൂപ്പുകളിലൊന്നും സജീവമായിരിക്കില്ല. അതിന് കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജോലി നേടുക എന്നുള്ളതാണ്. സോ അവർ കട്ട് ഓഫ് നോക്കിയിരിക്കുന്ന ആളുകളല്ല, ഒരു മീഡിയം ലെവലിലുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഈ കട്ട് ഓഫ് നോക്കിയിരിക്കുന്നത്. കാരണം അവർക്കൊരു ജോലി കിട്ടി പെട്ടെന്ന് സെറ്റിലാവുക എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ ഒരു കട്ട് ഓഫിൻ്റെ പുറകെയും ഗ്രൂപ്പിൻ്റെ പുറകെയൊക്കെ പോയി കൊണ്ടിരിക്കുന്നത്. സോ അതൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്കൊരു മീഡിയം വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതും അതുകൊണ്ടാണ്. സോ
നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീവിയസ് കട്ട് ഓഫ് ഒക്കെ ഒന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ മുൻപ് കട്ട് ഓഫ് 52.67 സോ ഇപ്പോൾ 2 വർഷത്തിലധികമായി. പുതിയ ലിസ്റ്റ് വരുമ്പോഴേക്കും ഏകദേശം ഈ 52.67 ഒരു 53 54 വരെയുള്ളവരൊക്കെ ഓപ്പൺ കാറ്റഗറിയിൽ കയറിപ്പോകുന്നു തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. 52.67 ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞു. 2 വർഷവും കുറച്ച് മാസങ്ങളായിട്ടുണ്ടാവും. ഒരു വർഷത്തോളം ഇനിയും ലഭിക്കും. സോ അതിനിടയിൽ കുറച്ച് ആളുകൾ കൂടി കയറിപ്പോയാൽ ഒരു 52 അല്ലെങ്കിൽ 53 വരെയൊക്കെ പ്രതീക്ഷിക്കും. അപ്പോൾ നിങ്ങൾ ഈ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, കട്ട് ഓഫിനേക്കാൾ 2-3 മാർക്ക്, ഇപ്പോൾ ഇടുക്കി, വയനാട് പോലെയുള്ള ജില്ലകളിൽ ഒഴികെയൊക്കെ ഒരു കട്ട് ഓഫിനേക്കാൾ 2-3 മാർക്ക് അധികം മേടിച്ചാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. കട്ട് ഓഫ് വരുമ്പോൾ അതിനേക്കാൾ നിങ്ങൾക്കൊരു 2-3 മാർക്ക് അധികം ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫാണെന്ന് മനസ്സിലാക്കാം. കട്ട് ഓഫിൻ്റെ അടുത്താണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വരെ 3 വർഷം വരെ നിങ്ങൾ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കേണ്ടി വരും. കിട്ടുന്നുള്ള കാര്യത്തിൽ പ്രതീക്ഷ വളരെ കുറവാണ്. പിന്നെ കാറ്റഗറി ബേസ് ഉള്ളവർക്ക് ചിലപ്പോൾ ആ മാർക്കിൽ താഴ്ന്നാലും ചിലപ്പോൾ ലഭിക്കും. കട്ട് ഓഫ് വരെയൊക്കെ മാർക്ക് ഉറപ്പായിട്ടും ലഭിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വിശേഷം. സോ തിരുവനന്തപുരം 52.67 പേരായിരുന്നു മുമ്പ് കട്ട് ഓഫ്. 1441 പേരാണെന്ന് റാങ്ക് ലിസ്റ്റിലുണ്ടായത്. കൊല്ലത്ത് നോക്കുകയാണെങ്കിൽ 54.6 ആയിരുന്നു കട്ട് ഓഫ്. 809 പേരെ റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. പത്തനംതിട്ടയിലേക്ക് വന്നാൽ കുറച്ചുകൂടി 53 571 പേരെയാണ് മാത്രമാണ് റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആലപ്പുഴയിലേക്ക് പോയാൽ 48.67 മാത്രമായിരുന്നു കട്ട് ഓഫ്. 707 പേരെയാണ് റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. കോട്ടയം ജില്ലയിലേക്ക് പോയാൽ 54.68 ആയിരുന്നു കട്ട് ഓഫ്. 845 പേരെ റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഇടുക്കിയിലേക്ക് വന്നാൽ കട്ട് ഓഫ് വളരെ കുറവായിരുന്നു, 49 മാർക്കായിരുന്നു. പക്ഷേ 581 പേരെ റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ളൂ. വാക്കൻസികളും കുറവാണ്. എറണാകുളം 53 ആയിരുന്നു കട്ട് ഓഫ്. 1186 പേര്, വലിയൊരു ലിസ്റ്റാണ്. തിരുവനന്തപുരമാണ് 1441, ഇപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും കൂടുതലുള്ളത്. എറണാകുളത്ത് 53 കട്ട് ഓഫ് ആയിരുന്നു. 1186 പേരെയാണ് റാങ്ക് ലിസ്റ്റ് ചെയ്തത്. തൃശ്ശൂരിൻ്റെ കാര്യം എടുത്താൽ 55.33 നല്ല കട്ട് ഓഫാണ്. 1039 പേരാണ് റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ പറഞ്ഞതിൽ 54.68 അതുപോലെ 55.33 തൃശ്ശൂരാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. പിന്നെ പാലക്കാടേക്ക് വന്നാൽ എപ്പോഴും ഒരു ആവറേജ് നിലവാരം നിലനിർത്തുന്ന ഒരു ജില്ലയാണ് പാലക്കാട്, തിരുവനന്തപുരം, മലപ്പുറമൊക്കെ, കോഴിക്കോട്. ഇവിടെ ഒന്നും അധികം കട്ട് ഓഫ് കുറയാറില്ല. സോ പാലക്കാടേക്ക് വന്ന 54 ആയിരുന്നു കട്ട് ഓഫ്. 961 പേരെ റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഈ ജില്ലകളിലൊക്കെ അത്യാവശ്യം വാക്കൻസിയും നിയമനങ്ങളൊക്കെ ഉണ്ടാവാറും ഉണ്ട്. മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ 53 കട്ട് ഓഫ്. 997 പേരായിരുന്നു റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. എന്നാൽ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ 54.33 ആയിരുന്നു കട്ട് ഓഫ്. 987 പേരെ റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വയനാട് നോക്കിയാൽ 50.67 കട്ട് ഓഫ് ആയിരുന്നു. 372 പേരെ മാത്രമാണ് റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കണ്ണൂർ നോക്കിയാൽ 55.33 ആയിരുന്നു കട്ട് ഓഫ്. 960 പേരെയാണ് റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. കാസർഗോഡിലേക്ക് പോയാൽ 51.33 മാത്രമായിരുന്നു കട്ട് ഓഫ്. 530 പേരെയാണ് റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പേസ്. അതുപോലെ ഇതിൽ ഇപ്പോൾ നിലവിൽ നടന്ന അഡ്വൈസുകൾ ഒരു 75% ഇപ്പോൾ ഈ നല്ല മേജർ ഈ പറഞ്ഞ നല്ല കട്ട് ഓഫുള്ള ജില്ലകളിലൊക്കെ ഒരു 75% നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി ഒരു വർഷത്തോളം ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള ഒരു 25% പൂർത്തീകരിക്കുമോ, അല്ലെങ്കിൽ 60% മാക്സിമം നടന്നിട്ടുള്ളത്. 40% ബാക്കിയുണ്ട്, 75% ഇല്ല. പല ജില്ലകളിലും 60% മുകളിലാണ് നിയമനം നടന്നിട്ടുള്ളത്. സോ ബാക്കി 40% ബാക്കിയുണ്ട്. അത് ഈ ഒരു വർഷത്തിനുള്ളിൽ നടക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. എങ്കിലും ഈ ഒരു കട്ട് ഓഫിനേക്കാളും ഇപ്പോൾ ഈ പറഞ്ഞ വലിയ കട്ട് ഓഫുള്ള ജില്ലകളുണ്ടല്ലോ, അവിടെയൊക്കെ ഒരു 2-3 മാർക്ക്, 2 മാർക്ക്, ഇപ്പോൾ 52.67 ഉള്ള തിരുവനന്തപുരത്ത് ഒരു 54 മാർക്ക് കിട്ടിയവർ വരെ എന്തായാലും നിയമനം പ്രതീക്ഷിക്കുന്നവരാണ്.
ബാക്കി ആ സമയത്ത് വരുന്ന ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യുന്ന രീതികളും റിപ്പോർട്ട് ചെയ്യപ്പെടണം. കറക്റ്റായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ നമുക്കറിയാം, അധിക വേക്കൻസികളൊന്നും റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയൊന്നും ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മോഡറേറ്റ് ഹൈ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. സോ ആ രീതിയിലാണ് കട്ട് ഓഫുകൾ പറയുന്നത്. എങ്കിലും വലിയൊരു രീതിയിൽ കട്ട് ഓഫ് നമ്മൾ ഉയർത്തിയിട്ടൊന്നുമില്ല. നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. കട്ട് ഓഫിൽ വരും, പക്ഷേ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറഞ്ഞതുപോലെ 2 മാർക്കെങ്കിലും അധികം ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു നിയമനം പ്രതീക്ഷിക്കാൻ കഴിയുക ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ. സോ എന്തായാലും നമുക്ക് കട്ട് ഓഫ് നോക്കാം. ജില്ലാ വൈസ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് തിരുവനന്തപുരം 58-നും 62-നും ഇടയിലുള്ളൊരു കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. കൊല്ലത്തേക്ക് വരുമ്പോൾ അത് 50-55 ഇടയിൽ പ്രതീക്ഷിക്കാം. പത്തനംതിട്ട നോക്കിയാൽ 54-58 പ്രതീക്ഷിക്കാം. ആലപ്പുഴ 53-57 ഇടയിൽ പ്രതീക്ഷിക്കാം. കോട്ടയം കുറഞ്ഞത് 60, കൂടിയത് 65. ഇടുക്കി കുറഞ്ഞത് 60, കൂടിയത് 65. എറണാകുളം കുറഞ്ഞത് 65, കൂടിയത് 70. തൃശ്ശൂർ കുറഞ്ഞത് 55, കൂടിയത് 60. പാലക്കാട് കുറഞ്ഞത് 56, കൂടിയത് 60. മലപ്പുറം കുറഞ്ഞത് 64, കൂടിയത് 68. കോഴിക്കോട് കുറഞ്ഞത് 63, കൂടിയത് 68. വയനാട് കുറഞ്ഞത് 60, കൂടിയത് 65. കണ്ണൂർ 50, കൂടിയത് 55. കാസർഗോഡ് കുറഞ്ഞത് 54, കൂടിയത് 58. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വളരെ മാറ്റങ്ങളുണ്ട്. സോ ഇതിന് കാരണം എന്താ വെച്ചാൽ ദ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും പാറ്റേണും ഡിഫറൻറ്റ് ഉള്ളത് കൊണ്ടാണ്. സോ എല്ലായിടത്തും ഒരുപോലെ രീതിയിലല്ല എക്സാം നടന്നത്. സോ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയടുത്ത് കട്ട് ഓഫ് കൂടും. സോ ഇടുക്കിയാണെന്ന് കരുതിയിട്ട് കട്ട് ഓഫ് കുറയില്ല, അല്ലെങ്കിൽ വയനാടാണെന്ന് കരുതിയിട്ട് കട്ട് ഓഫ് കുറയില്ല. മറിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഇപ്രാവശ്യം. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് എക്സാമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ, വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ അതിൻ്റെ ടഫ്നെസ് ലെവലും എല്ലാം നോക്കി മാത്രം നമുക്കൊരു പ്രഡിക്ഷൻ സാധ്യമാവുകയുള്ളൂ. സോ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട നിലവാരത്തിൽ തന്നെ നമുക്ക് ആളുകളെ ഉൾപ്പെടുത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം 3 വർഷത്തെ ലിസ്റ്റാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന 2025, 26, 27 വരെ നല്ല നിയമനങ്ങൾ നടക്കാൻ പോകുന്ന കാലഘട്ടമാണ്. പക്ഷെ നമുക്ക് അറിയാം, നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ നിയമനങ്ങളെ അധികമായിട്ടൊന്നും ബാധിക്കില്ല. പിന്നെ പുതിയ ഗവൺമെൻറ് വരുന്ന സാഹചര്യം, ഇലക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തി എന്ത് ചെയ്യാം, യുവാക്കളുടെ ഒരാവശ്യകതയാണിത്. സോ നമുക്ക് ഇവിടെ കേരളത്തിൽ കിട്ടാവുന്ന ഒരു ജോലി ഇത് മാത്രമാണ് മാക്സിമമായിട്ട്. പ്രൈവറ്റ് വളരെ കുറവാണ്. സോ ഗവൺമെൻറ്റിന് പോലും ഓഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോലി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള PSC എക്സാം നടത്തിയിട്ടുള്ള ഗവൺമെൻറ് ജോലികളാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സർവീസ് സ്റ്റേറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇലക്ഷനിലും പ്രൊപ്പഗാണ്ടയിലും ക്യാമ്പയിനുകളിലൊക്കെ PSCക്കും അതിൻ്റേതായ ഒരു പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ 2026 ഇലക്ഷന് അനുസരിച്ചിരിക്കും നമ്മുടെ ഈ ഒരു ലിസ്റ്റിൻ്റെയൊക്കെ ഭാവി. കൂടുതൽ ആളുകളെ മാർച്ചിന് ശേഷവും 2026 മാർച്ചിന് ശേഷവും അല്ലെങ്കിൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ കൂടുതലായിട്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ 2024 മുതൽ 27 വരെയുള്ള കാലഘട്ടത്തിൽ, 25 മുതൽ 27 വരെയുള്ള കാലഘട്ടത്തിൽ കൂടുതൽ ആളുകൾ റിട്ടയർമെൻറ്റ് പോസ്റ്റുകളൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. സോ അതൊക്കെ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ കഴിഞ്ഞ രീതിയിൽ അത്ര തന്നെ ആളുകളെയൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നമുക്ക് ഈ പറഞ്ഞൊരു കട്ട് ഓഫിലേക്ക് ആളുകളെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ പറഞ്ഞ കട്ട് ഓഫിനേക്കാൾ 2 മാർക്കെങ്കിലും അധികം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു സേഫായിട്ട് നിങ്ങൾക്ക് കിട്ടും, ഈ 3 വർഷത്തിനുള്ളിൽ കിട്ടും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിരിക്കാവുള്ളൂ. അതുകൊണ്ട് ആ ഒരു മാർക്ക് കൂടുതലില്ലാത്തവർ 3 വർഷം ഇതിൻ്റെ പിറകെ നടക്കാതെ എന്ത് ചെയ്യുക, അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പോൾ നേടിയതിനേക്കാൾ ഒരു 5 മാർക്കെങ്കിലും അധികം നേടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ.
അല്ലാതെ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ വന്നു എന്ന് വിചാരിച്ച്, നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് വിചാരിച്ച് അതിൻ്റെ പിറകെ സമയം കളഞ്ഞാൽ നിങ്ങൾ വ്യക്തമായ തോൽവിയിലേക്ക് പോകും. അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായ ഒരു പ്ലാനോട് കൂടിയിട്ട് പഠിക്കുക. ഒരു എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. ആ എക്സാം കിട്ടുന്നത് വരെ അതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതിൽ അത്യാവശ്യം നല്ല റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ അതിനേക്കാൾ മികച്ച നിലവാരത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുക. എപ്പോഴും ഒറ്റൊന്നിൽ തന്നെ നിലനിൽക്കാൻ ശ്രമിക്കാതെ ഉയരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സോ അത്രയേ ഉള്ളൂ. ഈ ഒരു കട്ട് ഓഫ് ആവട്ടെ, ഈ ഒരു രീതിയിലാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്, എൻ്റെ ഒരു അനാലിസിസിൽ നിന്നും കിട്ടിയത് മാത്രമാണ്. സോ നിങ്ങൾക്ക് ഡിഫറൻ്റായ ഒപ്പീനിയൻ ഉണ്ടാവും, അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ, കട്ട് ഓഫ്, ഇതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാക്സിമം എല്ലാ ആളുകളിലും നിങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തി നിങ്ങളുടെ ഈ കട്ട് ഓഫിലേക്ക് ഒരു ധാരണ എത്തുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ എപ്പോഴും നമ്മൾക്ക് ലഭിച്ച മാർക്കുകളും നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മളൊരു പോസിറ്റീവിലേക്ക് നയിക്കും. സോ അതുകൊണ്ട് പിന്നീട് വരുന്ന എക്സാമുകളിൽ കൂടുതൽ മാർക്ക് നേടാനും നമ്മുടെ പ്രോഗ്രസ് അളക്കാനും ഇതെല്ലാം സഹായിക്കും. സോ അതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. താങ്ക് യു.